കൊളംബിയയെ വിറപ്പിച്ച കൊടും ക്രൂരത. 8 മാസം ഗർഭിണിയായ 21-കാരിയുടെ കഴുത്തറത്ത് വയർ കീറി ഗർഭസ്ഥ ശിശുവിനെ തട്ടിയെടുത്തു. 4 നാൾ മരണത്തോട് പോരാടി മരിയ പൊറ്റോസി വിടവാങ്ങി. കുഞ്ഞിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. സിനിമാ കഥയല്ല, യാഥാർത്ഥ്യമാണ്. ലോകമനസ്സാക്ഷിയെ ഒന്നടങ്കം മരവിപ്പിക്കുന്ന അതീവ ദാരുണവും അത്യന്തം ക്രൂരവുമായൊരു സംഭവത്തിനാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ കാലി നഗരം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 8 മാസം ഗർഭിണിയായ 21-കാരിയായ മരിയ കാമില പൊറ്റോസി എന്ന യുവതിയെ ക്രൂരമായി ആക്രമിച്ച് ഗർഭപാത്രം പിളർന്ന ഗർഭസ്ഥ ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത വരികയാണ്. കൊളംബിയയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് വാർത്ത. തെക്കൻ കാലിയിലെ ആശുപത്രിയിൽ പതിവ് പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെയാണ് മരിയയെ കാണാതെയാകുന്നത്. തുടർന്ന് ജൂലൈ 26-ന് മെലൻറ്റേസ് നദിക്കരയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ചുകിടന്ന നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. കൈകാലുകൾ കൂട്ടിക്കെട്ടി ശരീരത്തിലാകമാനം ആഴത്തിൽ കുത്തേറ്റ നിലയിലായിരുന്നു മരിയ. കഴുത്തറത്ത് വയറുകീറി ഗർഭപാത്രം തന്നെ ക്രൂരമായി മുറിച്ചുമാറ്റിയ നിലയിലാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്. ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ജീവനുവേണ്ടി പൊരുതിയ ശേഷം യുവതി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വരും മാസത്തിൽ പ്രസവം നടക്കാനിരിക്കെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ബേബി ഷവറിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ക്രൂരമായ അക്രമികൾ മരിയയുടെ ജീവനെടുത്തത്. ഗർഭപാത്രത്തിൽ നിന്നും ബലമായി അറുത്തുമാറ്റി 8 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെക്കുറിച്ച് ഇതുവരെ ഒരു അറിവും ലഭിച്ചിട്ടില്ല. സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് അപരിചിതയായ ഒരു യുവതിക്കൊപ്പം മോട്ടോർ ബൈക്കിന് പിന്നിൽ മരിയ യാത്ര ചെയ്യുന്നതിൻ്റെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വലിയ ദുരൂഹതയാണ് ഈ ദൃശ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ തന്നെയും കാണിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ അപരിചിത യുവതിയാണ് മരിയയെ കബളിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയതെന്നാണ് നിലവിൽ സംശയിക്കുന്നത്. എന്നാൽ ഈ യുവതി ആരാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അജ്ഞാതയായ യുവതിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കുഞ്ഞിനെ കണ്ടെത്താനോ കേസിൽ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും നിർണായക വിവരങ്ങൾ നൽകാനോ സഹായിക്കുന്നവർക്ക് പോലീസ് $62,000, ഏകദേശം 59.7 ലക്ഷം രൂപ കൂറ്റൻ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൾ ദാരുണമായി കൊല്ലപ്പെട്ടെങ്കിലും ഗർഭപാത്രത്തിൽ നിന്നും തട്ടിയെടുത്ത കൊച്ചുമകനെയെങ്കിലും ജീവനോടെ തിരികെ കിട്ടാൻ സഹായിക്കണമെന്ന് മരിയയുടെ അമ്മ അന റൂബി ഗോമസ് അധികൃതരോടും പോലീസിനോടും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. നവജാത ശിശുവിനായുള്ള തെരച്ചിൽ കൊളംബിയൻ പോലീസ് അതിതീവ്രമായി ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ചെറുതും വലുതുമായ എല്ലാ ആശുപത്രികളും, ക്ലിനിക്കുകളും, പ്രസവ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് ഇന്റർപോളിന്റെയും തദ്ദേശ സുരക്ഷാ സേനയുടെയും പോലീസിന്റെയും ഒക്കെ സഹകരണത്തോടെ വൻ പരിശോധനയാണ് നടക്കുന്നത്. കൊളംബിയ ഒന്നടങ്കം നടുക്കിയ ഈ ദാരുണ സംഭവത്തിൽ കുറ്റവാളികളെ പിടികൂടി ശിക്ഷ ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.